Good afternoon. Good afternoon. Good afternoon all. നമ്മളിപ്പോ മൊഡ്യൂള് 4 ചാപ്റ്റർ 10 റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ. മൊഡ്യൂള് 4 ചാപ്റ്റർ 10 കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് റോളുകൾ കഴിഞ്ഞ ചാപ്റ്റർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറച്ച് ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ റോൾസുകൾ എന്തൊക്കെയാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ചാപ്റ്ററിലേക്ക് വരാം. റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. Non-clinical jobs are necessary for multitude of departments in hospital or healthcare centers. നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റൽസിൽ 2 ടൈപ്പ് ഓഫ് ജോബ്സ് ഉണ്ട്. ക്ലിനിക്കൽ ജോബ്സ് എന്ന് വെച്ചാൽ ഡോക്ടർ, നേഴ്സ്, ക്ലിനിക്കൽ ആയിട്ടുള്ള മെഡിക്കൽ ജോബ്സ്. നോൺ ക്ലിനിക്കൽ ജോബ്സ് അത് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ജോബായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഇനി ചെയ്യാൻ പോകുന്ന ജോബാണ് നോൺ ക്ലിനിക്കൽ ആയിട്ട് മെഡിക്കൽ ഫീൽഡ് റിലേറ്റഡ് അല്ലാതെ നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ജോബ്സിലേക്കാണ് നമ്മൾ പ്ലേസ് ആകുന്നത്. സോ ഹോസ്പിറ്റൽസിലും ഹെൽത്ത് കെയർ സെന്റേഴ്സിലും നമ്പർ ഓഫ് ജോബ്സുകൾ ഉണ്ട്. സോ ദീസ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് could see you working in different departments in a hospital. നമ്മളപ്പോ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സിൽ വർക്ക് ചെയ്യേണ്ടത് വരും. ഈ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസുകളിലായിരിക്കും നിങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിന് മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടില്ല. ഓക്കെ, ഞാനത് കൊടുത്താട്ടെ. ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തോ അവര് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയതായിരിക്കും കേട്ടോ. ഓക്കെ, ഞാനത് കൊടുത്തേക്കാട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്ന് തന്നെ കൊടുത്തേക്കാം, രണ്ടും കൂടി ഒരുമിച്ച് കൊടുത്തേക്കാട്ടോ. നോൺ ക്ലിനിക്കൽ ജോബ്സ് ഒത്തിരി ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റൽസിൽ, നിങ്ങൾക്ക് അറിയാലോ. അതുപോലെ ആ ഓരോ നോൺ ക്ലിനിക്കൽ ജോബ്സും പല ഡിപ്പാർട്ട്മെന്റ്സിലായിരിക്കും വർക്ക് ചെയ്ത് വരുന്നത്. ആ ഓരോ ജോബ്, ആ ഓരോ പൊസിഷന്റെയും റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ആരാണ് അഡ്മിനിസ്ട്രേറ്റർ? നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീനെ ഫുള്ളായിട്ട് ഓവറോൾ മാനേജ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ആര്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. നോക്കാം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ നോക്കാട്ടോ. Hospital administrator plays an important role in overseeing the operations and management of a healthcare facility. നമ്മുടെ ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻസും മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ ഓപ്പറേഷൻസും മാനേജ്മെന്റും ചെയ്യുന്നത് ആരാണ്? ഓവറോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ റോൾ എന്താണ്? ഓവർസീയിങ് ദ ഓപ്പറേഷൻസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ ഓവറോൾ മൊത്തത്തിലുള്ള ഓപ്പറേഷൻസും അവരുടെ വർക്കിങ്ങും അതിന്റെ മാനേജ്മെന്റും ആണ് ആർക്കുള്ളത്? അഡ്മിനിസ്ട്രേറ്റർക്കുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ വരുന്നത് ഡാഷ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഓവർസീയിങ് ആൻഡ് ഓപ്പറേഷൻസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി. എന്ത് ഓപ്ഷൻസ് ഒരുപാടുണ്ടാവും. നമ്മൾ എന്ത് എഴുതണം? കറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് എന്ന് എഴുതണം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ ചോദിക്കാം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഡാഷ്, അങ്ങനെയും ചോദിക്കാം. നമ്മൾ നോക്കിയിട്ട് ആൻസർ ചെയ്യാം. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. ദെൻ മാർക്ക് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. റെസ്പോൺസിബിലിറ്റി ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ്, അപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് താഴെ പറയുന്നത്. സ്ട്രാറ്റജിക് പ്ലാനിങ്, നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സും സ്ട്രാറ്റജീസും പ്ലാൻ ചെയ്യുക. അതേപോലെ മാർക്കറ്റ് ട്രെൻഡ്സ് അനുസരിച്ച് നമ്മളുടെ ഏതൊക്കെ ഏരിയ ആണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, നമുക്ക് പുതിയ പ്ലാൻസ് വേണമോ, അങ്ങനെ നല്ല ബെറ്റർ ആയിട്ടുള്ള ഹോസ്പിറ്റൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് വേണ്ട സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാൻസുകൾ പ്രിപ്പയർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഇനി ഫിനാൻഷ്യൽ മാനേജ്മെന്റ്,
നമുക്കറിയാം പ്ലാൻ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതിയോ? അല്ല, നമുക്കതിന് ഫണ്ട് വേണം, ബഡ്ജറ്റ് വേണം, ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ്. അഡ്മിനിസ്ട്രേറ്റർ തന്നെയാണ് നമ്മുടെ ബഡ്ജറ്റും അതേപോലെ ഫിനാൻഷ്യൽ ഓപ്പറേഷൻസും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. അതേപോലെ റവന്യൂ എത്ര വരും, നമുക്ക് എത്ര എക്സ്പെൻസ് വരുന്നുണ്ട്, എന്തൊക്കെ എക്സ്പെൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതേപോലെ നമ്മുടെ ഓർഗനൈസേഷന് ഫിനാൻഷ്യൽ ഫിറ്റ്നസ് എങ്ങനെയാണ്, സ്റ്റേബിൾ ആണോ എന്നുള്ള കാര്യങ്ങളും ആര് തന്നെയാണ് നോക്കുന്നത്? അഡ്മിനിസ്ട്രേറ്റർ തന്നെയാണ് നോക്കുന്നത്. ദെൻ പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഇനി പോളിസീസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഫെസിലിറ്റി നല്ല രീതിയിൽ, നമ്മുടെ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒത്തിരി പോളിസീസും പ്രൊസീജിയേഴ്സും അത് ഡെവലപ്പ് ചെയ്യുന്നതും അഡ്മിനിസ്ട്രേറ്റർ തന്നെയാണ്. അപ്പോ അത് റിലേറ്റ് ചെയ്യുന്ന ലീഗൽ ആൻഡ് റെഗുലേറ്ററി നീഡ്സും പേഷ്യൻസിന്റെ സേഫ്റ്റി, അതേപോലെ കുറച്ച് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റല് മുന്നോട്ട് പോകുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പൊ നമുക്ക് ഈ 3 പോയിന്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ആദ്യം പറഞ്ഞത് സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആർ അക്കൗണ്ടബിൾ ഫോർ ഡെവലപ്പിംഗ് ലോങ് ടൈം സ്ട്രാറ്റജീസ് ആൻഡ് ഗോൾ ഫോർ ദ ഹോസ്പിറ്റൽ. നമ്മുടെ ലോങ് ടൈം സ്ട്രാറ്റജീസും ഗോൾസും ഡെവലപ്പ് ചെയ്യുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആണ്. ദിസ് കൺസിസ്റ്റ് ഓഫ് അനലൈസിംഗ് മാർക്കറ്റ് ട്രെൻഡ്സ്. ഇത് എന്തൊക്കെ റിലേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് ട്രെൻഡ്സ് ഒക്കെ നോക്കിയിട്ട്, അതേപോലെ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഏരിയ ഫോർ ഇംപ്രൂവ്മെന്റ്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഏരിയ ഇംപ്രൂവ് ചെയ്യാനുണ്ടോ, ആ ഒരു കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്ത്, ആൻഡ് ഡൈവേഴ്സിംഗ് പ്ലാൻസ് ടു ഇംപ്രൂവ് ദ ഹോസ്പിറ്റൽ സർവീസ് ആൻഡ് ഓപ്പറേഷൻസ്. ഇനി നമുക്ക് നമ്മുടെ ഹോസ്പിറ്റൽ സർവീസും ഓപ്പറേഷൻസും കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റെന്തെങ്കിലും പ്ലാനുകൾ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇതെല്ലാം നോക്കിയിട്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? സ്ട്രാറ്റജിക് പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. Administrator supervise the hospital budgeting and financial operations. നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ നമ്മുടെ ഹോസ്പിറ്റലിന് ആവശ്യമുള്ള ബഡ്ജറ്റ് എന്താണ്? നമുക്ക് ഭാവിയിലേക്ക് വരാൻ പോകുന്ന ചെലവും വരവിനെ കുറിച്ചിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോ ആ ബഡ്ജറ്റ്, ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ്, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഫണ്ട് വരുന്നുണ്ട്, ചെലവ് വരുന്നുണ്ട്, വരവ് ഏതൊക്കെ മാർഗത്തിലൂടെ, ഇൻകം എങ്ങനെ വരും, റവന്യൂ എങ്ങനെ വരും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. They work closely with the financial team to monitor revenue, control expense, distribute resources in an effective manner, and ensure the financial firmness of an organization. അപ്പോൾ നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ നമ്മുടെ ഫിനാൻഷ്യൽ ടീമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്തോരം റവന്യൂ വരുന്നുണ്ട്, നമുക്ക് എന്തൊക്കെ എക്സ്പെൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ റിസോഴ്സ് എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നു, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഫേംനെസ് എന്ന് വെച്ചാൽ ഫിറ്റ്നസ് ആണ്. നമ്മുടെ ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ ഫിറ്റ്നസ് എൻഷുർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതെല്ലാം നോക്കി നടത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? സൂപ്പർവൈസ് ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഇനി പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഞാൻ പറഞ്ഞു കുറച്ച് റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് ഓരോ ഹോസ്പിറ്റൽസും എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. അപ്പൊ ഈ ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റെഗുലേറ്ററി ആയിട്ടുള്ള റൂൾസും അതേപോലെ തന്നെ പോളിസീസും പേഷ്യൻസിന്റെ സേഫ്റ്റിയും കുറച്ച് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ നോക്കിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിന്റേതായ പോളിസീസും പ്രൊസീജിയേഴ്സും നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അത് ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സെറ്റ് അപ്പ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു കണ്ടക്ട് ദ ഓപ്പറേഷൻ ഓഫ് ദ ഫെസിലിറ്റി. നമ്മുടെ ഓർഗനൈസേഷൻ, നമ്മുടെ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് അവിടേക്ക് വേണ്ട പോളിസീസും പ്രൊസീജിയേഴ്സും സെറ്റപ്പ് ചെയ്യുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആണ്. They ensure compliance with the legal and regulatory needs. ലീഗൽ ആയിട്ടുള്ള റെഗുലേറ്ററി ആയിട്ടുള്ള നീഡ്സ് ഒക്കെ നോക്കിയിട്ട് വേണം പോളിസീസ് പ്രിപ്പയർ ചെയ്യാൻ. അതേപോലെ തന്നെ എൻകറേജ്മെന്റ് ഓഫ് പേഷ്യന്റ് സേഫ്റ്റി. നമ്മുടെ പേഷ്യൻസിന്റെ സേഫ്റ്റി നമ്മൾ മുന്നിൽ കാണാം. സേഫ്റ്റി നമ്മൾ കൊടുക്കേണ്ടതാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മുടെ സ്ഥാപനത്തിൽ വന്ന ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസിന്റെ സേഫ്റ്റി നമ്മൾ കൊടുക്കണം. അതേപോലെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഹോസ്പിറ്റലിൽ ഇങ്ങനെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണം. അതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ പോളിസീസും പ്രൊസീജിയേഴ്സും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞത് ആദ്യത്തെ 3 റെസ്പോൺസിബിലിറ്റി ആണ്: സ്ട്രാറ്റജിക് പ്ലാനിംഗ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. സ്ട്രാറ്റജിക് പ്ലാനിൽ പറഞ്ഞത് പ്ലാനുകൾ, ലോങ് ടൈം പ്ലാൻസും സ്ട്രാറ്റജീസും, നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള ലോങ് ടൈം പ്ലാൻസും സ്ട്രാറ്റജീസും ഗോൾസും ആര് പ്രിപ്പയർ ചെയ്യുന്നു? അഡ്മിനിസ്ട്രേറ്റർ പ്രിപ്പയർ ചെയ്യുന്നു.
ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമ്മുടെ ബഡ്ജറ്റ്, ഫിനാൻഷ്യൽ ഓപ്പറേഷൻസിന്റെ കാര്യങ്ങളെല്ലാം ആര് സൂപ്പർവൈസ് ചെയ്യുന്നു? നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ സൂപ്പർവൈസ് ചെയ്യുന്നു. പോളിസിയുടെ കാര്യത്തിൽ പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് സെറ്റപ്പ് ചെയ്യുന്നതും ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ തന്നെയാണ്. ഇനി നമ്മൾ നോക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. നിങ്ങൾ HRM പഠിച്ചിട്ടുണ്ടാവും അല്ലെ? HRM എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ എന്താ പറയുന്നത്? നമ്മുടെ കയ്യില് നമുക്കറിയാം ഹ്യൂമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇന്റേർണലി ഡിഫറെന്റ് ആണ്. ബാക്കി എല്ലാ റിസോഴ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. മനുഷ്യനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ മനുഷ്യന്റെ കൺട്രോളിൽ നിൽക്കാത്ത ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ അത് എന്താണ്? നമ്മൾ തന്നെയാണ്. ഹ്യൂമൻ ബീങ്സ് ആണ്, പേഴ്സൺസ് ആണ്, ഇൻഡിവിജ്വൽസ് ആണ്. സോ ഇവരെ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റേജ് മുതൽ എന്ന് വെച്ചാൽ നമ്മൾ റിക്രൂട്ട്മെന്റ് മുതൽ ഹയറിങ്, ട്രെയിനിങ്, ഡെവലപ്മെന്റ്, അതെല്ലാം ആര് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും? അഡ്മിനിസ്ട്രേറ്റർ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ സ്ഥാപനത്തിലേക്ക് നല്ല റൈറ്റ് ആയിട്ടുള്ള, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളിൽ നിന്ന് ഹോസ്പിറ്റലിൽ എന്താ പ്രതീക്ഷിക്കുന്നത്? നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, അതേപോലെ തന്നെ നല്ല എന്താ പറയുക, നല്ല വെൽ ബീയിങ് ആയിട്ടുള്ള സ്റ്റാഫിനെയാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത്. നല്ല സ്റ്റാഫുകൾ നോക്കിയിട്ട് അത് എന്ത് ചെയ്യും? റിക്രൂട്ട് ചെയ്യും. ഓക്കെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ് ആണ്. ഓരോ വ്യക്തിയെയാണ് ഇവിടെ മാനേജ് ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേറ്റർ സൂപ്പർവൈസ് ദ റിക്വയർമെന്റ്, ഹയറിംഗ് ആൻഡ് ട്രെയിനിങ് ഓഫ് സ്റ്റാഫ് മെമ്പേഴ്സ്. നമ്മുടെ എംപ്ലോയീസിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവരെ ഹയർ ചെയ്യുക, സെലക്ട് ചെയ്യുന്നത്, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നത് ആരാണ്? സൂപ്പർവൈസ് ചെയ്യണേ? അഡ്മിനിസ്ട്രേറ്റർ ആണ്. They produce and maintain a positive environment, implement the performance estimation system, handle employee relations, and addressing staff requirements to ensure adequate coverage and optimal staffing level. So, നമ്മൾ എന്ത് ചെയ്യുക? നല്ലൊരു പോസിറ്റീവ് എൻവയോൺമെന്റ് എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ വർക്ക് ചെയ്യുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ നല്ല പോസിറ്റീവ് ആവാനായിട്ട് അവിടെയുള്ള എംപ്ലോയീസ് ആവട്ടെ, സുപ്പീരിയർ ഒക്കെ ആവട്ടെ, ആരായിട്ടൊരു നല്ല പോസിറ്റീവ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. അതേപോലെ നമ്മളുടെ ഓരോ എംപ്ലോയീസിന്റെയും പെർഫോമൻസ് എസ്റ്റിമേഷൻ എന്നുവെച്ചാൽ അവർ വർക്ക് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടാണോ, പ്രോപ്പർ ആയിട്ടാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഇനി എംപ്ലോയീസിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാം. ഇനി അഡ്രസ്സിംഗ് സ്റ്റാഫിംഗ് റിക്വയർമെന്റ്സ്, നമുക്ക് സ്റ്റാഫുകൾ എക്സ്ട്രാ നീഡ് ആവശ്യമുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യാം. ടു എൻഷുർ, എന്തിനു വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്യുന്നത്? adequate and coverage, optimal staffing level. നമ്മുടെ ഹോസ്പിറ്റലിന് ആവശ്യമുള്ള സ്റ്റാഫുകൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് അവരുടെ വർക്കുകളൊക്കെ കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ആര് ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേറ്റർ എന്താ ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുന്നതാണ് സൂപ്പർവൈസ് ദ റിക്വയർമെന്റ്സ്, ഹയറിംഗ് ആൻഡ് ട്രെയിനിങ് ഓഫ് ദ സ്റ്റാഫ് മെമ്പേഴ്സ്. സ്റ്റാഫ് മെമ്പേഴ്സിന് വേണ്ട റിക്വയർമെന്റ്സും ഹയറിങ്ങും ട്രെയിനിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അഡ്മിനിസ്ട്രേറ്റർ തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്യുന്ന റോളും കൂടി ആർക്കുണ്ട്? അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. അടുത്താണ് ഫെസിലിറ്റി ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ്. നമ്മുടെ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് അറിയാം ഒരുപാട് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും എക്യുപ്മെന്റ്സും ടെക്നോളജിയും എല്ലാം ഉണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഓക്കെ. Facilities and equipment management. Facilities and equipment management. Sorry. Facilities and equipment management. Administrators are accountable for maintaining hospital physical infrastructure. നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഉത്തരവാദിത്തം അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. അതുകൂടാതെ എക്യുപ്മെന്റ്സും ടെക്നോളജിയും പ്രോപ്പർ ആയിട്ട് തന്നെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. അതേപോലെ അതിന്റെ മെയിൻറ്റെനൻസ്, അപ്ഗ്രഡേഷൻ, റിനോവേഷൻസ്, സേഫ്, അതേപോലെ അത് റിനോവേഷൻ ടു എൻഷുർ സേഫ് ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. എഫിഷ്യന്റ് കൺട്രോൾ, എഫിഷ്യന്റ് എൻവയോൺമെന്റ് ഫോർ നമ്മുടെ പേഷ്യൻസിനും സ്റ്റാഫിനും വിസിറ്റേഴ്സിനും നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റും പ്രൊവൈഡ് ചെയ്യണം. നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റും പ്രൊവൈഡ് ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർക്കാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അതേപോലെ നമ്മുടെ എക്യുപ്മെന്റ്സ് ആണ് അഡ്മിനിസ്ട്രേറ്റർ മാനേജ് ചെയ്യണമെന്ന്. Administrators are accountable for maintaining hospital infrastructure, equipments and technology. Hospital അകത്തുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും എക്യുപ്മെന്റ്സും ടെക്നോളജി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. ഈ സൂപ്പർവൈസ്, മെയിൻറ്റെയിൻ, അപ്ഗ്രേഡ്,
റിനോവേഷൻ ടു എൻഷുർ സേഫ് ആൻഡ് എഫിഷ്യന്റ് എൻവയോൺമെന്റ് ഫോർ പേഷ്യന്റ് സ്റ്റാഫ് വിസിറ്റേഴ്സ്. നമ്മളുടെ ഹോസ്പിറ്റൽസിലെ മെയിൻ്റെനൻസ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞു ഇൻഫ്രാസ്ട്രക്ചറും അതേപോലെ ടെക്നോളജിക്ക് യൂസ് ചെയ്യുന്നത്. സോ മെയിൻ്റെനൻസ് പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ, അതിന് എന്തെങ്കിലും അപ്ഗ്രഡേഷൻ വേണോ, അതേപോലെ റിനോവേഷൻസ് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരണം. ഇതെല്ലാം എൻഷുർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഇതുവഴി നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകത്തുള്ള പേഷ്യൻസിനും സ്റ്റാഫുകൾക്കും വിസിറ്റേഴ്സിനും ഒരു സേഫും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഉത്തരവാദിത്വം കൂടി ആർക്കുണ്ട്? അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. ഇനി ക്വാളിറ്റി അഷുറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി നമുക്കറിയാം. നല്ല ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒരുപാട് ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ പേഷ്യൻസിന്റെ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർ. Administrator work to make sure that high quality healthcare delivery, നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി ഹെൽത്ത് കെയർ ആണ് നമ്മൾ ഡെലിവർ ചെയ്യുന്നത് ഉറപ്പുവരുത്തണം. പേഷ്യന്റ് സേഫ്റ്റി വിത്തിൻ ദ ഹോസ്പിറ്റൽ, നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകത്ത് പേഷ്യന്റ് സേഫ് ആണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. They create and implement quality improvement initiatives, monitor patient outcomes and encourage adherence to evidence-based practice and clinical guidance. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഇംപ്ലിമെന്റ് ചെയ്യണം. പേഷ്യന്റിന്റെ ഔട്ട്കം മോണിറ്റർ ചെയ്യണം. അവർക്ക് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എൻകറേജ് ചെയ്യാനായിട്ട് നോക്കണം. അതേപോലെ ക്ലിനിക്കൽ ഗൈഡ് ലൈൻസ് കൊടുക്കുക. നമ്മളെന്താ പറയാ, മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോ വേസ്റ്റിന്റെ കാര്യം പഠിച്ചിട്ടുണ്ടാവില്ലേ, അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഉറപ്പ് വരുത്തുന്നത്. ഇതെല്ലാം നമ്മൾ പറഞ്ഞ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്തം ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആണ്. ആ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഓരോ കാര്യങ്ങളും ഫോളോ ചെയ്യണത് എന്നൊരു ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർക്കാണ്. സോ നമ്മള് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്ത 3 പോയിന്റ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകത്തുള്ള എല്ലാ ഹ്യൂമൻ റിസോഴ്സിനെയും പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം. അവർക്ക് വേണ്ട ട്രെയിനിങ്സ്, ഹയറിംഗ്, റിക്രൂട്ട്മെന്റ് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. ഈ ഹോസ്പിറ്റലിന്റെ അകത്തുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അതേപോലെ എക്യുപ്മെന്റ്സ്, ടെക്നോളജി ഒക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം. അതിന്റെ റിപ്പയർസും മെയിൻറ്റെയിൻസ് ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകണം. നല്ല ക്വാളിറ്റി നമ്മുടെ പേഷ്യൻസിനാവട്ടെ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കാവട്ടെ നല്ല ക്വാളിറ്റി അഷ്യൂർ ചെയ്യാം. പേഷ്യൻസിന്റെ സേഫ്റ്റി, നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകത്ത് പേഷ്യന്റ് സേഫ് ആണെന്നുള്ള ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് കമ്മ്യൂണിറ്റി റിലേഷൻ ആണ് കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റലും സൊസൈറ്റി ആയിട്ടൊരു ഇമ്പോർട്ടന്റ് റിലേഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ സൊസൈറ്റിയിലാണ് നമ്മുടെ ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ play an important role in maintaining a positive relationship with the community. നമ്മുടെ കമ്മ്യൂണിറ്റി ആയിട്ട്, നമ്മുടെ സൊസൈറ്റി ആയിട്ട് ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആര്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. They encourage in community outreach program. കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യാം. കോപ്പറേറ്റ് വിത്ത് ദ ലോക്കൽ ഓർഗനൈസേഷൻ, നമ്മുടെ ലോക്കൽ ഓർഗനൈസേഷൻസ് ഒക്കെ ആയിട്ട് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാം. Assist the hospital service to meet the healthcare requirement of the community in efficient manner. അതുവഴി നല്ല രീതിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് കെയർ റിക്വയർമെന്റ്സ് അനുസരിച്ച് അവർക്ക് വേണ്ട സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാം. ഈ കമ്മ്യൂണിറ്റി റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ പബ്ലിക് ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. അത് ആരാണ്? PRO ആണ്, അല്ലെ പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. സോ അദ്ദേഹം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളിൽ തന്നെയാണ് വരുന്നത്. സോ നല്ല എഫക്റ്റീവ് ആയിട്ട് തന്നെ നമ്മുടെ സൊസൈറ്റി ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാം? മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പൊ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യാം. അത്യാവശ്യം വീക്ക്ഡ് ആയിട്ടുള്ള ഏരിയാസിലേക്കൊക്കെ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ആയിട്ട് നല്ല എന്താ പറയുക, നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ, പോസിറ്റീവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി റിസ്ക് മാനേജ്മെന്റ്. നമുക്ക് ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻസ് ആയിട്ട് എന്തെങ്കിലും റിസ്കുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് ഇവാലുവേറ്റ് ചെയ്യും. അത് മാനേജ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർക്കാണ്. Administration
evaluate and manage risk connected with the hospital operation. ഹോസ്പിറ്റലായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യുക, അത് മാനേജ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർക്കാണ്. They execute protocols and policies to minimize potential risk. നമ്മൾ പോളിസീസും പ്രോട്ടോകോളുകളും കൊണ്ടുവരാം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ റിസ്ക് മിനിമൈസ് ചെയ്യാൻ, പേഷ്യൻസിനെ സൂപ്പർവൈസ് ചെയ്യാൻ, എംപ്ലോയീസിന്റെ സേഫ്റ്റി മെഷേഴ്സ് ഉറപ്പുവരുത്താൻ, ആൻഡ് ഹാൻഡ്ലിംഗ് ലീഗൽ ആൻഡ് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പോളിസീസും പ്രൊസീജിയേഴ്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം. റിസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസ്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ എന്താണ് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയാം. നമുക്ക് ഹോസ്പിറ്റലിനകത്ത് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യാം, അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്രോട്ടോകോൾസും പോളിസീസും ഇംപ്ലിമെന്റ് ചെയ്യണം. നമ്മുടെ പേഷ്യൻസിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് സൂപ്പർവൈസ് ചെയ്യാം. അതേപോലെ എംപ്ലോയീസ് സേഫ്റ്റി മെഷേഴ്സ്, എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി മെഷേഴ്സ് ഫോളോ ചെയ്യാൻ പറയാം. അതേപോലെ ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും, അത് ഹാൻഡിൽ ചെയ്യാം. ഇൻഷുറൻസ് മാറ്റേഴ്സ് ഉണ്ടാവും, നമുക്കറിയാം ഹോസ്പിറ്റൽ ആവട്ടെ, അവിടെയും എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? നമുക്ക് നഷ്ടം വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ എന്ത് കുറയ്ക്കാനായിട്ട് പറ്റും? നഷ്ടം കുറയ്ക്കാനായിട്ട് പറ്റും. ഇപ്പം ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ എടുക്കുന്ന എന്ത് ഇൻഷുറൻസ് ആണ്? മെഡിക്കൽ ഇൻഷുറൻസ് അല്ല കേട്ടോ. എന്തായിരിക്കും? ഫയർ ഇൻഷുറൻസ് എടുക്കാം. നമ്മുടെ ഹോസ്പിറ്റലിൽ പെട്ടെന്നൊരു തീപിടുത്തം സംഭവിച്ചോ, അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫയർ ഇൻഷുറൻസ്, അങ്ങനത്തെ ഇൻഷുറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാനായിട്ട് പറ്റും. അതാണ് റിസ്ക് മാനേജ്മെന്റിൽ പറയുന്നത്. നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. Administration evaluate and manage risk connected with the hospital administration. They execute protocols and policies to minimize potential risk. ആ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പോളിസീസും പ്രോട്ടോകോളും ഇംപ്ലിമെന്റ് ചെയ്യാം. നമ്മുടെ പേഷ്യൻസിന് നല്ല രീതിയിൽ സൂപ്പർവൈസ് ദ പേഷ്യന്റ്, എംപ്ലോയി സേഫ്റ്റി മെഷേഴ്സ് എടുക്കാം, ആൻഡ് ഹാൻഡ്ലിംഗ് ലീഗൽ ആൻഡ് ഇൻഷുറൻസ് മാറ്റർ അസോസിയേറ്റ് വിത്ത് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലായിട്ട് റിലേറ്റ് ചെയ്യുന്ന ലീഗലും ഇൻഷുറൻസ് മാറ്റേഴ്സും ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, ഇതാണ് റിസ്ക് മാനേജ്മെന്റിൽ പറഞ്ഞത്. ഇനി പറയുന്ന ഇൻഫർമേഷൻ മാനേജ്മെന്റ് ആണ്. നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റർ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പ്രോപ്പർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എല്ലാ റെക്കോർഡും, എല്ലാ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡും കംപ്ലീറ്റ് ആണ്, കറക്റ്റ് ആണ് എന്നും ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്തം ആർക്കുണ്ട്? അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. Administrators supervise the implementation and the maintenance of healthcare information system and electronic medical record. അതേപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡും ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റവും കറക്റ്റ് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തണം. They guarantee the confidentiality and security of the patient information. നമ്മളുടെ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ കോൺഫിഡന്റ് ആയിരിക്കണം. അതേപോലെ സെക്യൂർഡ്, നമ്മളെ പേഷ്യൻസിന്റെ എവരി ഇൻഫർമേഷൻ സെക്യൂർഡ് ആയിട്ട് വേണം സൂക്ഷിക്കാൻ. ബൈ ഫെസിലിറ്റേറ്റിംഗ് എഫിഷ്യന്റ് ഡാറ്റ മാനേജ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ്. അത് എന്ത് ഉറപ്പ് വരുത്തുന്നില്ല? എഫിഷ്യന്റ് ആയിട്ടുള്ള ഡാറ്റ മാനേജ്മെന്റും റിപ്പോർട്ടിംഗും ഉണ്ട്. എന്താ പറയാ, നല്ല സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മള് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യണമെങ്കിൽ, അതേപോലെ തന്നെ അതിന് വേണ്ട കുറച്ച് എന്താ പറയാ പ്രോട്ടോകോൾസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് നല്ല കോൺഫിഡന്റ് ആയിട്ട് സെക്യൂർഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇൻഫർമേഷൻസ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം ആവട്ടെ, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ആവട്ടെ, ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അത് കോൺഫിഡൻസ്, നമ്മുടെ പേഷ്യൻസിന്റെ എത്ര ഇൻഫർമേഷൻ വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് കോൺഫിഡന്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാറ്റ ആണ്. അത് നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? എഫിഷ്യന്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ ഓക്കെ ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? കൊളാബറേറ്റിംഗ് ആൻഡ് ലീഡർഷിപ്പ്. ഈ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ജോബ് ഒത്തിരി ആൾക്കാരായിട്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു ജോബ് നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ administrator work collaboratively with physician, nurse and healthcare professionals to ensure a coordinated and efficient delivery of care. നല്ല രീതിയിൽ നല്ല കെയറും നല്ല ഡെലിവറി ഓഫ് കെയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ ഈ പറഞ്ഞ വ്യക്തികളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. ആരൊക്കെയാണ്?
ഫിസിഷ്യൻ, നേഴ്സ്, അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഇവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം. They give leadership, support, guidance to staff members, promoting a positive and collaborating work culture. അപ്പോ നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അവർക്ക് വേണ്ട ലീഡർഷിപ്പ് കൊടുക്കുന്നു, അവരുടെ മുന്നിൽ ഞാൻ ഉണ്ട് എന്നുള്ള ഫീല്, അതേപോലെ സപ്പോർട്ട് കൊടുക്കുന്നു, സ്റ്റാഫ് മെമ്പേഴ്സിന് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നു, പോസിറ്റീവ് ആൻഡ് ഒരു പ്രൊമോട്ടിംഗ് പോസിറ്റീവ് ഒരു കൊളാബറേറ്റിംഗ് വർക്ക് കൾച്ചർ, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ വർക്ക് എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ആര് എന്ത് ചെയ്യുന്നു, ആരത് ഉറപ്പ് കൊടുക്കുന്നു, അഡ്മിനിസ്ട്രേറ്റർ ഉറപ്പ് കൊടുക്കും. ഇനി നെക്സ്റ്റ് 11 എന്ന് പറയുന്ന പോയിന്റ് അല്ല, അത് ബൈ മിസ്റ്റേക്ക് വന്നതാണ്, അതൊരു പാരഗ്രാഫ് ആണ്. The responsibility may differ from depending on size and type of hospital. നമ്മൾ മുകളിൽ പറഞ്ഞ 10 റെസ്പോൺസിബിലിറ്റി ആണ് പറഞ്ഞത്, അത് ഓരോ ഹോസ്പിറ്റലിന്റെ സൈസും ടൈപ്പും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. But overall hospital administrator play a vital role in managing, enhancing healthcare facilities, operations and service. എന്നിരുന്നാലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ വൈറ്റൽ റോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ ഓപ്പറേഷൻസ് എല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക, അതുവഴി നല്ല സർവീസുകൾ നമ്മുടെ പേഷ്യൻസിന് എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക എന്നാണ് അഡ്മിനിസ്ട്രേറ്ററിന്റെ എന്ത് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് റീഡ് ചെയ്ത് നോക്കി. ഒന്ന് റീഡ് ചെയ്യട്ടെ എല്ലാവരും. ഈ 10 പോയിന്റ്സ് എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. ആടാ പോയിന്റ്സുകൾ നോക്കാം, പിന്നെ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. പിന്നെ ആ മാർക്ക് ചെയ്തിരിക്കാനുണ്ടോ, അവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. വായിച്ചല്ലേ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലിയർ ആണല്ലോ. പോയിന്റ്സ് ആയിട്ട് വന്നപ്പോ നമുക്ക് നമുക്കൊരു ഗൈഡ് തന്നില്ലായിരുന്നോ?
ആടാ. അപ്പൊ ലാസ്റ്റ് എക്സാമിന് ആ ഗൈഡ് പഠിച്ച എന്തെങ്കിലും പ്രയോജനം കാണും? പക്ഷെ നമ്മള് ഗൈഡ് വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മളൊരു സ്ഥാപനത്തിൽ ഇന്റർവ്യൂവിന് പോകുമ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഒരു 5 റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് പറഞ്ഞേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ധൈര്യമായിട്ട് പറയാൻ പറ്റണ്ടേ. അദ്ദേഹമാണ് റിസ്ക് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ മാനേജ്മെന്റ് ചെയ്യുന്നത്, നല്ല കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റർ ആണ്. നല്ല രീതിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും എഫേർട്ട് എടുത്തു ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാണ്. മാർക്കിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ലൈവ് ക്ലാസ്സിൽ എല്ലാവരും കയറുന്നത്? അല്ലല്ലോ. നമ്മൾ നല്ല ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നല്ല വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഗൈഡ് ഓക്കെയാണ്, റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാം. എന്നാലും നമ്മൾ ടെസ്റ്റും ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ ഒരു കണ്ടന്റ് ഉണ്ടല്ലോ അത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അടുത്തതാണ് മിസ്. അപ്പൊ ഞാൻ 3യുടെ ക്ലാസ് ഒരുപാട് കട്ടായി പോയി. അപ്പൊ ഇനി കാണാനുള്ള ടൈം ഇല്ല, അതുകൊണ്ട് ആ ഒരു മൊഡ്യൂളിന്റെ ചോദിച്ചത്. ഓക്കേടാ, ഗൈഡ് അങ്ങനെയാണെങ്കിൽ നോക്കാം. പക്ഷെ 3യില് ഓക്കെ നിങ്ങൾ കംഫർട്ടബിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. ഇനി ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. അപ്പോ ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ആൻ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഇൻ എ ഹോസ്പിറ്റൽ നോർമലി കംപ്രൈസ് എ വെറൈറ്റി ഓഫ് നമ്മുടെ ഹോസ്പിറ്റൽ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു മിനിറ്റ്, 1 മിനിറ്റ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലറിക്കൽ ഡ്യൂട്ടി. അപ്പൊ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം? അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലറിക്കൽ ഡ്യൂട്ടി റിലേറ്റിംഗ് ടു ദ ഓപ്പറേഷൻസ് ഓഫ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. OPD-നെ കുറിച്ചൊക്കെ നിങ്ങൾ ഒത്തിരി പഠിച്ചിട്ടുണ്ടാവും. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതും ക്ലറിക്കൽ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നതും ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആണ്. Some of the key responsibility of outpatient secretary ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇത് കൂടാതെ നമ്മുടെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ്? ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുക. നമ്മുടെ ഡോക്ടറുടെ ടൈം അനുസരിച്ച് പേഷ്യൻസിന്റെ കൺവീനിയൻസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? അപ്പോയിന്റ്മെന്റ്സ് എന്ത് ചെയ്യുക? ഷെഡ്യൂൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്താണ്? ആർക്കാണ്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്കാണ്. കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ, നല്ല പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. അതേപോലെ നമുക്ക് വരുന്ന കോളുകൾ ഉണ്ടാവും, ഫോൺ കോൾ ആയിട്ട് എൻക്വയറി അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കുകയൊക്കെ ചെയ്യും. ആ കോളുകൾക്ക് മാക്സിമം ആൻസർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയാണ്. മാനേജിങ് പേഷ്യന്റ് ഇൻഫർമേഷൻ, നമ്മുടെ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്കറിയാലോ. അപ്പൊ ആ ഇൻഫർമേഷൻസ് നല്ല രീതിയിൽ മാനേജ് ചെയ്യുക, അത് അപ് ടു ഡേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഉത്തരവാദിത്വം ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക് ഉണ്ട്. നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് പ്രോസസ് ചെയ്യുന്ന ഉത്തരവാദിത്വം ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക് ഉണ്ട്. ഹാൻഡ്ലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ ഉണ്ട്, കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പേപ്പർ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതും ആര് തന്നെ പ്രൊവൈഡ് ചെയ്യണം? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ പ്രൊവൈഡിങ് കസ്റ്റമർ സർവീസ്, നമ്മുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. അപ്പൊ പേഷ്യൻസിന് നല്ല സർവീസ് കൊടുക്കേണ്ടതും ഉത്തരവാദിത്തം ആർക്കാണ്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്കാണ്. നോക്കാം. The job description of an outpatient secretary in a hospital normally comprises a variety of administrative and clerical duties. Outpatient secretary ഒത്തിരി അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടും ക്ലറിക്കൽ ആയിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ടാവാറുണ്ട്. Relating to the operations of outpatient department, ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒത്തിരി ഡ്യൂട്ടീസ്, ക്ലറിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് ഉണ്ട്. Some of the key responsibilities an outpatient secretary in hospital may comprise of scheduling appointments. ആരാണ് OPD-യിലേക്ക് അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുന്നത്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ്. An outpatient secretary is accountable for scheduling appointments for patients and making sure that the appointments are actually prioritized based on patient medical requirements. Patient medical requirements അനുസരിച്ച് പ്രയോറൈസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളിപ്പോ പറയാം, അർജന്റ് ആയിട്ടുള്ള പേഷ്യൻസ് നമ്മൾ ആദ്യം പ്രിഫറൻസ് കൊടുക്കും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്കാണ്.
Coordinating patient care. The outpatient secretary works cleanly with the other hospital staff to coordinate patient care. മറ്റ് ഹോസ്പിറ്റൽ സ്റ്റാഫ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്താൽ മാത്രമാണ് നമ്മളുടെ നല്ലൊരു പേഷ്യന്റ് കെയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വിച്ച് ഇൻക്ലൂഡ് അറേഞ്ചിങ് ഫോർ diagnostic test procedures, getting medical record, ensure the patient service are apt and follow up care. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എൻഷുർ ചെയ്യണം? നമ്മൾ ഡയഗ്നോസ് ചെയ്യാനുള്ള ടെസ്റ്റിന്റെ കാര്യങ്ങൾ, നമുക്ക് എന്തെങ്കിലും ലാബ് ടെസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യാം. അതിനുവേണ്ട അറേഞ്ച്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യാം. അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നതാ നോക്കാം. മെഡിക്കൽ റെക്കോർഡ് കിട്ടാം. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമാണ് മെഡിക്കൽ റെക്കോർഡ് അപ്ഡേറ്റ് ആയിട്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ പേഷ്യൻസ് ഫോളോ അപ്പ് കെയർ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്തമാർക്കുണ്ട്, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക് ഉണ്ട്. ഇനി നമ്മൾ സാധാരണയായിട്ട് ഹോസ്പിറ്റലൊക്കെ ഫോൺ ചെയ്ത് ബുക്ക് ചെയ്യാറാണ് പതിവ്, അല്ലെ? അപ്പോ answering the phone call. The outpatient secretary is accountable for answering phone calls and directing the patient to concerned department or staff members. അതേപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലില് ഫോൺ കോളുകൾ വരുമ്പോൾ അത് ആൻസർ ചെയ്യണം. അതേപോലെ പേഷ്യൻസ് ഏത് ഡിപ്പാർട്ട്മെന്റ്, കൺസേൺ ഡിപ്പാർട്ട്മെന്റിലേക്കാണോ അദ്ദേഹത്തിന് പോകേണ്ടത് ആ കാര്യങ്ങൾ ഡയറക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ സ്റ്റാഫ് മെമ്പേഴ്സിന് ഏൽപ്പിച്ചെടുക്കുക. ഇന്ന പേഷ്യന്റിന് ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒന്ന് ആക്കി കൊടുത്തേക്കണം എന്ന് പറയാം. ഇനി മാനേജിംഗ് പേഷ്യന്റ് ഇൻഫർമേഷൻ. നമുക്കറിയാം പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാറ്റാസ് ആണ്. സോ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം, അപ് ടു ഡേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം, മിസ് ആവാതെ നോക്കണം. മെഡിക്കൽ റെക്കോർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് മിസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിന് നമ്മൾ മിസ്സിംഗ് റെക്കോർഡ് എന്നൊക്കെ പറയും. സോ അങ്ങനെ മിസ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കാം. The outpatient secretary maintains, extract and up-to-date patient information in hospital electronic medical record system. കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻസ് ഹോസ്പിറ്റൽ എന്താ പറയാ ഔട്ട്പേഷ്യന്റ് സെക്രട്ടറിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് അപ് ടു ഡേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡിലേക്ക് അത് എൻറ്റർ ചെയ്യാം. വിച്ച് ഇൻക്ലൂഡ് ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ, മെഡിക്കൽ ഹിസ്റ്ററി, ഇൻഷുറൻസ് ഇൻഫർമേഷൻ. ഇതിൽ ബാക്കി എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ആ പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടാവും. അതേപോലെ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഈ കാര്യങ്ങളൊക്കെ ആര് മെയിൻറ്റെയിൻ ചെയ്യണം? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ പ്രോസസിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് പ്രോസസ് ചെയ്യാനുള്ള റിക്വസ്റ്റും ആരാണ് കൊടുക്കാറ്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ്. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി പ്രോസസ് ദ റിക്വസ്റ്റ് ഫോർ മെഡിക്കൽ റെക്കോർഡ്, make sure that the patient confidentiality is kept and release medical record to authorized individuals. നമ്മൾ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ് മെഡിക്കൽ റെക്കോർഡ്സിനുള്ള റിക്വസ്റ്റുകൾ കൊടുക്കുന്നത്. പേഷ്യൻസിന്റെ കോൺഫിഡൻസ് നമ്മൾ അറിയാം, നമ്മുടെ ഡാറ്റാസ് കോൺഫിഡന്റ് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഉറപ്പ് വരുത്തണം. ഈ മെഡിക്കൽ റെക്കോർഡ്സ് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? റിലീസ് ചെയ്യാനായിട്ട് പാടുള്ളൂ, കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഹാൻഡ്ലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്. ഇത് കൂടാതെ കുറെ പേപ്പർ വർക്ക് ഉണ്ടാവും, ഓഫീസ് വർക്ക് ഉണ്ടാവും. ആ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യേണ്ട ഉത്തരവാദിത്തമാർക്കാണ്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്കാണ്. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഈസ് അക്കൗണ്ടബിൾ ഫോർ ഹാൻഡ്ലിംഗ് എ വെറൈറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്. അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ ഹാൻഡിൽ ചെയ്യാം. ലൈക്ക് ഓർഡറിംഗ് ഓഫീസ് സപ്ലൈസ്. നമ്മുടെ ഓഫീസിന് ആവശ്യമുള്ള സപ്ലൈസ് ഉണ്ടാവും, പേപ്പേഴ്സ്, പെൻ, സ്റ്റേഷനറീസ് ഒക്കെ ഓർഡർ ചെയ്യാം. ഫയലിംഗ് പേപ്പർ വർക്ക് ഒക്കെ ഫില്ല് ചെയ്യാം. മാനേജിങ് കറസ്പോണ്ടൻസ്. അതേപോലെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്ന് മാനേജ് ചെയ്യേണ്ട ഉത്തരവാദിത്തമാർക്കാണ്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്കാണ്. ഇനി അടുത്തത് പ്രൊവൈഡിങ് കസ്റ്റമർ സർവീസ്. ഔട്ട് പേഷ്യന്റ്, അത് 7th പോയിന്റ് ആണ്, അത് ബോൾഡ് ചെയ്തിട്ടില്ല എന്നുള്ളൂ. 7th പോയിന്റ് തന്നെയാണ്. ദ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഈസ് ഓഫ്റ്റൻ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഫോർ ദ പേഷ്യന്റ്. പേഷ്യന്റിനെ സംബന്ധിച്ച്, ഔട്ട് പേഷ്യന്റ് OPD-യിലേക്ക് വരുന്ന ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് ഫസ്റ്റ് കോണ്ടാക്ട് ആരായിട്ടാണ്? ഔട്ട് പേഷ്യന്റ് ആയിട്ടാണ്. സോ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ പേഷ്യൻസിന് നല്ല രീതിയിൽ എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം. സോ പ്രൊവൈഡിങ് എക്സലന്റ് കസ്റ്റമർ സർവീസ് ഈസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് ദ ജോബ്. നമ്മുടെ ജോബിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നല്ല എക്സലന്റ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓവറോൾ ആൻഡ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി play a key role in make sure that the outpatient department runs smoothly. അതേപോലെ തന്നെ നമ്മുടെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഉറപ്പുവരുത്തേണ്ട മറ്റൊരു റോളാണ് നമ്മളുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ നല്ല സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്, എഫിഷ്യന്റ്ലി ആണ് പോകുന്നത്.
that the patient obtain high quality care. അതുവഴി നമ്മുടെ പേഷ്യൻസിന് നല്ല ക്വാളിറ്റി കെയർ കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് ആര് ഉറപ്പുവരുത്തണം? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഉറപ്പുവരുത്തണം. സ്ട്രോങ് അദ്ദേഹത്തിന് വേണ്ട കുറച്ച് സ്കില്ലും കൂടിയാണ് പറയുന്നത്. സ്ട്രോങ് ഓർഗനൈസേഷണൽ സ്കില്ല് വേണം. അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അറ്റൻഷൻ പവർ വേണം. എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ പവർ വേണം. നമുക്ക് പറഞ്ഞ കസ്റ്റമർ സർവീസ് മാനേജ്മെന്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം. ആർ നെസസറി ഫോർ സക്സസ് ഇൻ ദിസ് റോൾ. ഈ ഒരു റോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി ആർക്ക് വേണം? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക് വേണം. അപ്പോ നമ്മൾ പറഞ്ഞത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ്. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലറിക്കൽ ഡ്യൂട്ടീസ് ഉണ്ട്. അഡ്മിനിസ്ട്രേഷൻ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുക, പേഷ്യൻസിനെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുക, അവർക്ക് വരുന്ന കോളുകൾ ആൻസർ ചെയ്യുക, പേഷ്യൻസ് ഇൻഫർമേഷൻ നല്ല രീതിയിൽ മാനേജ് ചെയ്യാം, മെഡിക്കൽ റെക്കോർഡ്സ് പ്രോസസ് ചെയ്യുന്ന ഉത്തരവാദിത്തം അദ്ദേഹത്തിനാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള മറ്റ് ടാസ്കുകൾ ഹാൻഡിൽ ചെയ്യണം. അതേപോലെ നല്ല പ്രൊവൈഡ് കസ്റ്റമർ സർവീസ്, നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യാം. ഇത് കൂടാതെ അദ്ദേഹത്തിന് ഓർഗനൈസേഷൻ സ്കില്ല്, അതേപോലെ അറ്റൻഷൻ ആൻഡ് എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും വേണം. ഇത്രയുമാണ് ആരുടെ ഉത്തരവാദിത്തങ്ങൾ? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം. ഒന്ന് റീഡ് ചെയ്തേ, എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കി. എടാ, എനിക്ക് തോന്നുന്നു ഈ മന്ത് ലാസ്റ്റ് ആയിട്ടായിരിക്കും എക്സാം വരുന്നത്. ഓക്കെ, ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ഒന്ന് റീഡ് ചെയ്തേ.
ഓക്കെ, നെക്സ്റ്റ് പോർഷൻ എടുത്തോട്ടെ. ജോബ് സമ്മറി ഓഫ് മെഡിക്കൽ സെക്രട്ടറി, അല്ലെങ്കിൽ ലോഡ് ആവോ പഠിക്കാനായിട്ട്? എടുത്തോട്ടെ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ സെക്രട്ടറിയുടെ ജോബ് എന്തൊക്കെയാണെന്നാണ്. The medical secretary will execute a secretarial duties. Medical secretarial duties എന്തൊക്കെയാണ്? Secretarial duties using specific knowledge of, അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ സ്പെസിഫിക് നോളജ് യൂസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? മെഡിക്കൽ ടെർമിനോളജി, ഹോസ്പിറ്റൽ, ക്ലിനിക്, ലാബോറട്ടറി പ്രൊസീജിയേഴ്സ് ഒക്കെ നോക്കിയിട്ടാണ് കുറച്ച് സെക്രട്ടേറിയൽ ഡ്യൂട്ടീസ് ആണ് ആര് ചെയ്യുന്നത്? മെഡിക്കൽ സെക്രട്ടറി പെർഫോം ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാലോ മെഡിക്കൽ ടെർമിനോളജി എന്താണ്? മെഡിക്കൽ ടെർമിനോളജി എന്താ പഠിച്ചിട്ടില്ലേ നിങ്ങള്? മൊഡ്യൂൾ 2-ല് ഇല്ലേ? അപ്പൊ നമ്മൾ എന്താ പറയാ, ഹോസ്പിറ്റൽ ഫീൽഡിൽ മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന കുറച്ച് എന്താണ് കുറച്ച് വേർഡ്സുകൾ, അത് അല്ലെങ്കിൽ എന്താ പറയാ കുറച്ച് ഷോർട്ട് വേർഡ്സുകളൊക്കെ കൂടി ഒരു സെറ്റാണ് ഇത്. പ്രിഫിക്സ്, അഫിക്സ് ഒക്കെയാണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം നല്ല യൂസ് ആർക്ക് അറിഞ്ഞിരിക്കണം? മെഡിക്കൽ സെക്രട്ടറിക്ക് അറിഞ്ഞിരിക്കണം. റെപ്രസെന്റ് ഫിസിഷ്യൻ ബൈ സ്ക്രീനിങ്, ഹെൽപ്പ് വിത്ത് ഷെഡ്യൂളിങ്. അദ്ദേഹം ഓരോ ഫിസിഷ്യനും കാര്യങ്ങളെയും ഹെൽപ്പ് ചെയ്യണം, അദ്ദേഹത്തിന് ഷെഡ്യൂൾ ചെയ്യണം, അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യാനും, റിസീവിങ്, അനൗൺസിങ്, ഷെഡ്യൂളിംഗ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. പേഷ്യന്റിനെയും വിസിറ്റേഴ്സിനെയും അതുപോലെ ഷെഡ്യൂൾ ചെയ്യുക, അവരെ അനൗൺസ് ചെയ്യുക, നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുക. അതൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ ആരാണ്? മെഡിക്കൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം. ഹെൽപ്സ് ഇൻ ഫിസിഷ്യൻ ഇൻ ഡെയിലി വർക്ക്, അദ്ദേഹത്തിന്റെ ഡെയിലി വർക്ക് കാര്യങ്ങളൊക്കെ പോകും. ഇപ്പൊ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ വിളിക്കുക, അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത്. അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യാന്നുള്ളതല്ല, അപ്പോയിന്റ്മെന്റ്സ് അനുസരിച്ച് ഓരോ പേഷ്യൻസിനെയും ഫിസിഷ്യനെ കാണിക്കുക. അതൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ്? മെഡിക്കൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം. അദ്ദേഹത്തിന്റെ ഡെയിലി വർക്കില് ഹെൽപ്പ് ചെയ്യുക. കളക്ട് ദ പേഷ്യന്റ് ഇൻഫർമേഷൻ ആൻഡ് കീപ്സ് പേഷ്യന്റ് റെക്കോർഡ്സ്. നമ്മള് പേഷ്യന്റ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. എൻഷുർ ഫിസിഷ്യൻ പ്രൊഡക്ടിവിറ്റി ബൈ മെയിൻറ്റെയിനിങ് കലണ്ടർ. ഏതൊക്കെ ദിവസമാണ് ഫിസിഷ്യൻ പ്രസന്റ് ആയിട്ടുള്ളത്, അപ്പൊ ആ ദിവസങ്ങളിലേക്ക് നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് വരും. നല്ല രീതിയിൽ ഫിസിഷ്യനെ പ്രൊഡക്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പ്രൊസീജിയേഴ്സ് ഇൻഫോം ബൈ ഇന്റർപ്രറ്റിംഗ് ഡിറ്റക്ഷൻ, പ്രിപ്പയറിംഗ് മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ക്രിയേറ്റിംഗ് സമ്മറീസ്. നമ്മൾ മെഡിക്കൽ റിപ്പോർട്ട്സുകളൊക്കെ പ്രിപ്പയർ ചെയ്യാം, സമ്മറീസ്. നമ്മുടെ ഒരു അസുഖത്തെ കുറിച്ച് നമുക്കൊരു പേഷ്യന്റിനെ കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് അസുഖമാണ് എന്താണെന്നുള്ളത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ്? മെഡിക്കൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം. ഓക്കെ, പ്രൊവൈഡ് ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ബൈ പ്രോഗ്രസിംഗ് ആൻഡ് യൂട്ടിലൈസിംഗ് ഫയലിംഗ് റിട്രീവൽ സിസ്റ്റം. നമ്മൾ ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അത് യൂസ് ചെയ്തിട്ട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള റെഫറൻസ്, പേഷ്യന്റിനെ കുറിച്ച് മുമ്പത്തെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. സെക്യൂർ ഇൻഫർമേഷൻ ബൈ കംപ്ലീറ്റിംഗ് ഡാറ്റാബേസ് ബാക്കപ്പ്. നമ്മൾ ഇൻഫർമേഷൻസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിക് ഡാറ്റാബേസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അത് എങ്ങാനും നമ്മുടെ ഡാറ്റാബേസിന് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ബാക്കപ്പ്, അതിന് വേണ്ടിയിട്ട് ബാക്കപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യാം. Keep the patient confidence and protect the operation by keeping information secret. നമ്മുടെ പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നല്ല രീതിയിൽ നല്ല കോൺഫിഡൻസോട് കൂടി പ്രൊട്ടക്ട് ചെയ്യുക, എല്ലാ ഇൻഫർമേഷനും സീക്രട്ട് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഉത്തരവാദിത്തമാർക്കാണ്? മെഡിക്കൽ സെക്രട്ടറിക്കാണ്. പറഞ്ഞു മെയിൻറ്റെയിൻ ഓഫീസ് സപ്ലൈ ഇൻവെന്ററി ബൈ ചെക്കിംഗ് സ്റ്റോക്ക്. നമ്മുടെ ഓഫീസിന് ആവശ്യമുള്ള ഇൻവെന്ററീസ് ഒക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്വം മെഡിക്കൽ സെക്രട്ടറിക്ക് ഉണ്ട്. Keep the office equipment operational by following operating instructions. നമ്മുടെ മെഡിക്കൽ ഓപ്പറേഷണൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുക. കറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നോക്കിയിട്ട് തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. മെയിൻ ക്വാളിറ്റി റിസൾട്ട് ബൈ ഫോളോയിങ് ആൻഡ് എൻഫോഴ്സിംഗ് സ്റ്റാൻഡേർഡ്സ്. സ്റ്റാൻഡേർഡ്സ് എൻഫോഴ്സ് ചെയ്യുന്നതിലൂടെ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഏതൊരു സർവീസിലെ serve and protect the healthcare community by checking professional standards. ഞാൻ പറഞ്ഞു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് കൂടി നോക്കിയിട്ട് ഇത് ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റിക്ക് വേണ്ട കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അപ്ഡേറ്റ് ജോബ് നോളജ് ബൈ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ്. നമ്മള് ടീച്ചേഴ്സിന്റെ കാര്യം എക്സാമ്പിൾ പറയാം. ടീച്ചേഴ്സ് ഡേ ടു ഡേ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
സോ അതേപോലെ തന്നെയാണ് പ്രൊഫഷണൽസിന്റെ കാര്യം. ഡോക്ടേഴ്സിന്റെ ആവട്ടെ, ക്ലിനിക്കൽ സ്റ്റാഫ് ആവട്ടെ, നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ആവട്ടെ, അവരുടെ നോളജ് എന്ത് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. ലൈക്ക് റീഡിങ് പ്രൊഫഷണൽ പബ്ലിക്കേഷൻസ് റീഡ് ചെയ്യുന്നതിൽ അവർക്ക് എന്താണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് കൂടി കിട്ടാൻ. പിന്നെ കീപ് മെഡിക്കൽ റെക്കോർഡ്, ടെക്നിക്കൽ ലൈബ്രറി ആൻഡ് കറസ്പോണ്ടൻസ് ഫയൽ. മെഡിക്കൽ റെക്കോർഡ് നല്ല രീതിയിൽ കീപ്പ് ചെയ്യുക, ടെക്നിക്കൽ ലൈബ്രറി മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ ഫയൽസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ആയിട്ട് അവിടെ വയ്ക്കാം. പെർഫോം ഡിഫറെന്റ് ക്ലറിക്കൽ, അദ്ദേഹം മറ്റ് കുറച്ച് ക്ലറിക്കലും അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസും ചെയ്യുന്നുണ്ട്. അതേപോലെ ഫിസിഷ്യനെ നല്ല രീതിയിൽ സൂപ്പർവിഷനും ചെയ്യുന്നുണ്ട്, മെഡിക്കൽ സെക്രട്ടറി ചെയ്യുന്നുണ്ട്. പെർഫോം ഡിഫറെന്റ് ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ഫിസിഷ്യൻ. ഫിസിഷ്യന്റെ സൂപ്പർവിഷനും ആര് പെർഫോം ചെയ്യുന്നുണ്ട്, മെഡിക്കൽ സെക്രട്ടറി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് മെഡിക്കൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. മെഡിക്കൽ സെക്രട്ടറിയുടെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് സെക്രട്ടറിയൽ ഡ്യൂട്ടീസ് ആണ്. മെഡിക്കൽ ടെർമിനോളജി, ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക്കൽ ലബോറട്ടറി പ്രൊസീജിയേഴ്സ് ഒക്കെ അനുസരിച്ച് കറക്റ്റ് ആയിട്ട് നമ്മൾ മെഡിക്കൽ പ്രാക്ടീസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം സെക്രട്ടറിക്കാണുള്ളത്. അദ്ദേഹമാണ് ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യുന്ന, പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെ ഒക്കെ ഷെഡ്യൂൾ ചെയ്യുന്ന ഉത്തരവാദിത്തം അദ്ദേഹത്തിനാണ്. ഫിസിഷ്യന്റെ ഡേ ടു ഡേ വർക്കിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻസ് നല്ല രീതിയിൽ കളക്ട് ചെയ്യുന്നുണ്ട്. ഫിസിഷ്യൻ പ്രൊഡക്ടിവിറ്റി കലണ്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മെഡിക്കൽ റിപ്പോർട്ടുകളും സമ്മറൈസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ റെഫറൻസിന് വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ബാക്കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ സെക്യൂർഡ് ആയിട്ടുള്ള പ്ലേസിൽ യൂസ് ചെയ്യുന്നു. ഇൻഫർമേഷൻസ് സീക്രട്ട് ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. നമ്മുടെ ഓഫീസിലേക്ക് ആവശ്യമുള്ള നമ്മുടെ ഇൻവെന്ററി സപ്ലൈസിന്റെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്ത ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് തന്നെ നമ്മൾ ക്വാളിറ്റി ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്, പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്കും പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പ്രൊഫഷണൽ പബ്ലിക്കേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിഷ് ചെയ്യുന്നതിലൂടെ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ റെക്കോർഡ്, ടെക്നിക്കൽ ലൈബ്രറി, കറസ്പോണ്ടൻസ് ഫയൽസ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ കുറച്ച് ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഫിസിഷ്യനെ സൂപ്പർവൈസും ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് ആരുടെ ജോബ് സമ്മറി എന്ന് പറയുന്നത്, മെഡിക്കൽ സെക്രട്ടറിയുടെ ജോബ് സമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് റീഡ് ചെയ്തേ. ഓക്കെ, അപ്പൊ അത് റീഡ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. നമ്മൾ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ജോബ് സമ്മറിയാണ് ഡിസ്കസ് ചെയ്തത്. ആദ്യം റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഓഫ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി, ലാസ്റ്റ് നമ്മൾ ജോബ് സമ്മറി ഓഫ് മെഡിക്കൽ സെക്രട്ടറി ആണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ അതൊന്ന് റീഡ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ.